ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ബഹുമാനായ നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യത്തിലുള്ള നാമത്തിലുള്ള സ്നേഹത്തിന്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ആഗമന കാലഘട്ടത്തിൽ 4ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ കർത്താവിന്റെ സഭയിലായിരിക്കുന്നത്. ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ളതായ ഞായറാഴ്ചയാണ്, വിശുദ്ധ ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ള ചിന്താവിഷയം മാറാനാഥ കർത്താവായ യേശുവേ വരേണമേ എന്നുള്ളതാണ്. മാറാനാഥ കർത്താവായ യേശുവേ വരേണമേ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. അതിന് ആധാരമായി വായിച്ചു കേട്ടതായ ലേഖന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 21-22 വാക്യങ്ങൾ. പൗലോസായ എന്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവരും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ് വരുന്നു. ഈ ഒരു വേദഭാഗത്തിൽ നിന്നാണ് മാറാനാഥ യേശുവേ വരേണമേ എന്നുള്ളതായ ചിന്താവിഷയം നമുക്ക് ലഭ്യമായത്. കർത്താവിൽ പ്രിയമുള്ളവരെ, വളരെ സംഭവബദ്ധമായ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ക്രിസ്മസിന്റെ പ്രതീകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സെയിന്റ് നിക്കോളാസ് എന്ന് പറയുന്ന 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കാത്തലിക് ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മുടെ ക്രിസ്മസ് ഫാദർ. എന്നാൽ അദ്ദേഹത്തെ പോലെയല്ല. ഇന്ന് ക്രിസ്മസ് ഫാദർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മധ്യത്തിലുള്ള ക്രിസ്മസ് ഫാദർ ഒരു കോമാളിയായ കോമാളിയായ ഒരു മനുഷ്യനെയാണ് നമ്മൾ ക്രിസ്മസ് ഫാദറായിട്ട് നമ്മുടെ പ്രതീകമായിട്ട്. എന്നാൽ അതല്ല, 4-ാമത്തെ നൂറ്റാണ്ടിൽ ഗ്രീസിലെ ഏതൻസിൽ ജീവിച്ചിരുന്ന സെന്റ് നിക്കോളാസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ പിന്നീട് കത്തോലിക്ക സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. നിക്കോളാസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഏതൻസിൽ ജീവിച്ചിരുന്നു. വളരെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഈ ബിഷപ്പ് ജീവിച്ചിരുന്നത്. ദാരിദ്ര്യമുള്ള സമൂഹത്തിലായതുകൊണ്ട് ദാരിദ്ര്യമുള്ള ഒരു ബിഷപ്പ്. എന്നാൽ ആ മനുഷ്യൻ തനിക്ക് ലഭിച്ചതായ ഈ സുവിശേഷ പ്രഭാഷണത്തിലൂടെ ലഭിച്ച ഓഫറിൽ അത് എങ്ങനെ സ്വരൂപിച്ച് വെച്ച് കുറച്ചധികം സാമ്പത്തികം അദ്ദേഹം സ്വരൂപിച്ചു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. തന്റെ വില്ലേജിലുള്ളതായ സാധാരണക്കാരായവരെ സഹായിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഏതൻസ് വില്ലേജിലുള്ളതായ ഒരു പാവപ്പെട്ടവനായ മനുഷ്യന് 3 പെൺമക്കളുണ്ടായിരുന്നു. ഇത് ചരിത്രത്തിലുള്ള ഭാഗമാണ്. ഏതൻസ് ഗ്രീക്ക് ഫിലോസഫിയിലും ഗ്രീക്ക് ഐതിഹ്യങ്ങളിലും ഒക്കെ ഉള്ളതായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു പാവപ്പെട്ടവനായ മനുഷ്യന് 3 പെൺമക്കളുണ്ടായിരുന്നു. ബിഷപ്പ് തീരുമാനമെടുത്തു, ഈ മനുഷ്യൻ അന്ന് ഡൗറി സിസ്റ്റം, നമ്മുടെ ഇവിടെയൊക്കെ പ്രബലമായിരിക്കുന്ന സ്ത്രീധന സമ്പ്രദായം അത് വളരെ ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം 4-ാമത്തെ നൂറ്റാണ്ടിൽ ഈ ഏതൻസിലെ ബിഷപ്പായിരുന്നത്. അദ്ദേഹം തീരുമാനമെടുത്തു, ഈ മനുഷ്യനെ ഒന്ന് സഹായിക്കണം. അതിനെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഡയറക്റ്റായിട്ട് സഹായിക്കാനായിട്ട് ബിഷപ്പിന് താല്പര്യമില്ല. അത് വലിയ പരസ്യമായി തീരുമല്ലോ. രഹസ്യത്തിൽ സഹായിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. ആദ്യമേ ഒരു മകളുടെ വിവാഹത്തിന്റെ തലേദിവസം ഈ മനുഷ്യൻ പിതാവ് വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്, എങ്ങനെയാണ് തന്റെ മകളുടെ വിവാഹം നടത്തുന്നത്. എന്നാൽ അതിന്റെ തലേദിവസവും ചരിത്രം പറഞ്ഞിങ്ങനെയാണ്, ഈ സെന്റ് നിക്കോളാസ് എന്ന് പറയുന്ന ബിഷപ്പ് ആ മനുഷ്യന്റെ വീടിന്റെ അവിടെ എത്തുകയും ജനലിലൂടെ തന്റെ കയ്യിലൂടെ അന്ന് സ്വർണ്ണ നാണയങ്ങളാണ് അന്നത്തെ വിനിമയ ഉപാധി. അന്നത്തെ നമ്മുടെ കറൻസി നോട്ടുകളിൽ പകരം അന്ന് സ്വർണ്ണ നാണയങ്ങളാണ് ഉപയോഗിച്ചത്. അതേ സ്വർണ്ണ നാണയങ്ങൾ കുറെ ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് ജനലിലൂടെ ഇട്ട് കൊടുക്കുന്നു. പിറ്റേ ദിവസം പ്രഭാതം നോക്കിയപ്പോൾ ആവശ്യത്തിനുള്ള സാമ്പത്തികം അവിടെ ഉണ്ടാകുക. പക്ഷെ ആ വീട്ടുകാർ അത്ഭുതപ്പെടി, ആരാണ് ഇങ്ങനെ ഒരു സഹായം ചെയ്തത്? അവർക്ക് ആളെ മനസ്സിലായില്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞു 2ാമത്തെ മകളുടെ വിവാഹം വരികയാണ്. ആ ദിവസവും ഇതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഈ വീട്ടുകാരുടെ തീരുമാനമെടുത്തു, ഇനി ഇത് ആരാണ് സഹായിച്ചതെന്നൊന്ന് കണ്ടെത്തുന്നത്. അതുകൊണ്ട് 3ാമത്തെ മകളുടെ വിവാഹം അധികം താമസിക്കാൻ നടന്നപ്പോൾ ഈ മനുഷ്യൻ അവിടെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ആരാണ് എന്നെ സഹായിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. നോക്കിയപ്പോഴുണ്ട് ഒരു വെള്ളിച്ചൊരു മനുഷ്യൻ പയ്യെ നടന്നു വരികയാണ്. ഒരു തുടിസഞ്ചിയിൽ നിന്ന് കുറെ സ്വർണ്ണനാണയങ്ങൾ എടുത്ത് ഈ ജനലോട് ഇടുന്നു. ഉടനെ ചാടി വന്ന് ഈ മനുഷ്യനെ പിടിച്ചോണ്ട്, നിങ്ങൾ ആരാണെന്ന് പറയണം, നിങ്ങൾ എൻ്റെ 2 പെൺമക്കളുടെ വിവാഹത്തിന് എന്നെ സഹായിച്ചു. അപ്പോൾ ഇത് പറഞ്ഞ്, ഞാൻ ഇവിടുത്തെ ബിഷപ്പായ നിക്കോളാസ് ആണ്, ഇത് ആരോടും നീ പറയരുത്, ഞാൻ വളരെ രഹസ്യമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഇത് ആരോടും നീ പറയരുത് എന്ന് പറഞ്ഞ് ഈ മനുഷ്യനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയും പിന്നീട് അനേകം ഭവനങ്ങളിൽ ഈ സെന്റ് നിക്കോളാസ് ഇങ്ങനെയുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, പിന്നീട് അത് കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന, സമ്മാനം കൊടുക്കുന്ന
ഒരു പ്രതീകമായിട്ട് ക്രിസ്മസ് ഫാദർ എന്ന് നമ്മൾ കാണുന്ന പോലെ ഈ കോമ്പാളി വേഷമല്ല. അതുപോലെ പ്രതീകങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പിന്നെ ചരിത്രത്തിൽ അതിനെ വളരെ പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഓരോ പ്രതീകങ്ങളെയും അത് എങ്ങനെയാണ് അത് വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്രിസ്മസ് ഫാദർ. അദ്ദേഹം വളരെ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള കരുണാർദ്രമായ ഹൃദയമുള്ളതായ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. ധാരാളം പേരെ എന്നെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ മരണസമയത്ത് പറയുന്നത് അദ്ദേഹത്തിന് സ്വന്തമായ ശരിക്കൊരു ഈ മരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് വിരി പോലും ഒരു നല്ല വെള്ളത്തുണി പോലും അദ്ദേഹത്തിന്റെ വീട്ടില് എടുക്കാനായിട്ടില്ലായിരുന്നു. അങ്ങനെ സമൂഹത്തിന് വേണ്ടി എനിക്ക് ലഭിച്ച നന്മകൾ പങ്കുവച്ചതായ ഒരു നിക്കോളാസിനെ പിന്നീട് കത്തോലിക്ക സഭ സെയിന്റ് നിക്കോളാസ് ആയി. ആ സെയിന്റ് നിക്കോളാസ് ആണ് സാന്താക്ലോസ് എന്ന് പറഞ്ഞ പേരിൽ പ്രതീകമായി വന്നിരിക്കുന്നത്. പിന്നീട് അമേരിക്കയിൽ 18ാമത്തെ നൂറ്റാണ്ടിൽ ഈ നിക്കോളാസിനെ കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങൾ എഴുതുകയും അങ്ങനെയാണ് ലോകം മുഴുവൻ ഈ ഇന്ന് ക്രിസ്മസ് ഫാദർ ഒരു ബിസിനസിന്റെ ടൂളായിട്ട് ഉപയോഗിക്കുകയാണ്. ഏത് കടയിൽ നോക്കിയാലും ഒരു ഫാദർ അവിടെ വടിയുമായിട്ട് ഇങ്ങനെ കോമാളി വേഷത്തിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതല്ല യഥാർത്ഥത്തിൽ ആ ഒരു സെയിന്റ് നിക്കോളാസിന്റെ ചരിത്രം എന്ന് പറയാനായിട്ടാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത്. നമ്മൾ ഈ കോമാളി വേഷം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കൽ 4ാമത്തെ AD 4ാമത്തെ നൂറ്റാണ്ടിൽ ഏതൻസിൽ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പ് നിർവഹിച്ച തന്റെ ജീവിതകാലം മുഴുവൻ നിർവഹിച്ചതായ മറ്റുള്ളവരെ സഹായിക്കുന്നതായ മദർ തെരേസ എന്നൊക്കെ പറഞ്ഞതുപോലെ മദർ തെരേസയ്ക്കൊക്കെ വളരെ ഇൻസ്പിറേഷൻ ഉണ്ടായതായ ഒരു വ്യക്തിത്വമാണ് ഈ സെയിന്റ് നിക്കോളാസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതത്തെ പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ അതിനുണ്ടായ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ്. എന്നാൽ ഇന്നും നമ്മൾ പാശ്ചാത്യ നാടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ സെയിന്റ് നിക്കോളാസിന്റെ പേരിലുള്ള പ്രത്യേകിച്ച് ഐസ്ലാൻഡ് അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് തന്നെയുണ്ട്. സെയിന്റ് നിക്കോളാസ് കുഞ്ഞുങ്ങളുടെ എഴുത്തുകൾ വരികയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. സാധാരണ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ക്രിസ്മസിന്റെ തലേ രാത്രിയിൽ റെയിൻഡിയർ മഞ്ഞിൽ യാത്ര ചെയ്യുന്ന റെയിൻഡിയേഴ്സ് വലിക്കുന്ന ഒരു വാഹനത്തിൽ സെയിന്റ് നിക്കോളാസ് യാത്ര ചെയ്യുകയും കുഞ്ഞുങ്ങളുടെ അടുക്കൽ എത്തി കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സമ്മാന പൊതികൾ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്ന അവിടെ സാധാരണ ചിമ്മിനി വഴിയായിട്ടാണ് അല്ല ജനൽ വഴിയായിട്ടാണ് ഇട്ടുകൊടുക്കുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനായിട്ടാണ് പാശ്ചാത്യ നാടുകളിലൊക്കെ സെയിന്റ് നിക്കോളാസിനെ കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മനസ്സിലുള്ളതായ ചില സങ്കല്പങ്ങൾ അത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ചില കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ലഭിച്ചതായ ചില പ്രചോദനമാണ് എന്ന് പറയാനായിട്ട്. അതുകൊണ്ട് എന്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഇന്നത്തെ ചിന്ത നമുക്ക് ഒരുമിച്ച് കർത്താവായ യേശുവേ വരണമേ മാറാനാഥ സഭയുടെ നമുക്ക് അനേക ഇതുപോലുള്ള അരാമ്യ ഭാഷയിൽ നിന്ന് ഹാലേലൂയായും ഇങ്ങനെയുള്ള പല പദങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അതുപോലെ അരാമ്യ ഭാഷയിൽ നിന്ന് നമുക്ക് ലഭ്യമായ ഒരു പദമാണ് മാറാനാഥ. ഈ മാറാനാഥ എന്ന പദം മാറാനാഥ എന്ന് പറയുന്ന ഒരു അരാമ്യ ഭാഷയിൽ നിന്നാണ് ഈ ഒരു പദം എടുത്തിരിക്കുന്നത്. അതിന് വലിയ അർത്ഥമുണ്ട്. മാറെന്ന് പറഞ്ഞാൽ ലോർഡ്, ദൈവം കർത്താവ് എന്നാണ്. ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവം, ആൻ മാറാൻ ഔർ ഞങ്ങളുടെ, ഓദ എന്ന് പറഞ്ഞാൽ കവി, ഞങ്ങളുടെ കർത്താവ് വരുന്നു, കർത്താവ് യേശുവെ വരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആദിമസഭയുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് മാറാനാഥ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇതിന്റെ എന്താണ് ഇത് ഈ മാറാനാഥ എന്നുള്ള ഹാലേലൂയ സ്തോത്രം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ പദത്തിന് ആദിമസഭയിൽ ഉണ്ടായിരുന്ന പ്രാധാന്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം 19:16 നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, രാജാതി രാജാവ് കർത്താവ് എന്ന നാമം അവന്റെ വെടിപ്പിന്മേൽ കടമയിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ രാജാതി രാജാവും കർത്താവുമായ ഒരു കർത്താവിന്റെ വരവിനെ കുറിക്കുവാൻ വേണ്ടി യേശുക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസമാണ് വേദനകൾക്ക് പീഡനങ്ങൾക്ക് വിധേയപ്പെട്ടതായ ഒരു ക്രൈസ്തവ സഭ 1 മുതൽ 5 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പീഡനങ്ങളുടെ കടന്നുപോയതായ ഒരു സഭയ്ക്ക് ആശ്വാസം പകരുവാൻ വേണ്ടി ഇന്ന് നമ്മൾ ക്രൈസ്തവരോടെന്നും ഹാലേലൂയ എന്നും സ്തോത്രമെന്നും ഒക്കെ പറയുന്ന പോലെ ആദിമസഭയിലെ വിശ്വാസികൾ നമ്മൾ കാണുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗമാണ് മാറാനാഥ എന്നുള്ളതായ ഈ ഒരു അരാമ്യ ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്ത് ഗ്രീക്കിലേക്ക് വരികയും ആരാമ്യ ഭാഷയിൽ ഗ്രീക്കിൽ വന്ന് പിന്നീട് ഇംഗ്ലീഷിലേക്ക് വന്ന് അവർ ലോർഡ് ഈസ് കമ്മിങ്, ഞങ്ങളുടെ കർത്താവ് വരുന്നു എന്നുള്ള മാറാനാഥ എന്നുള്ള പദം. ഇതിന് എന്താണ് ദൈവശാസ്ത്രപരമായ പ്രാധാന്യം എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്.
3 ചിന്തകൾ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് പ്രിയമുള്ളവരെ ഒരു ഡിക്ലറേഷൻ ഓഫ് ഹോപ്പ്, ഒരു വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ പ്രഖ്യാപനമാണ് മാറാനാഥ. അതുപോലെ തന്നെ മാറാനാഥ ഒരു കാൾ ഫോർ എ പ്രിപ്പറേഷൻ, ഒരുക്കത്തിനായിട്ടുള്ള ഒരു ആഹ്വാനമാണ്. 3 വിഷനാണ്, വിഷൻ ഓഫ് റെസ്റ്റോറേഷൻ, പുനഃക്രമീകരണത്തിനായിട്ട് അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കുവാനായിട്ടുള്ള പുനർനിർമ്മാണത്തിനായിട്ടുള്ള ഒരു ദർശനമാണ് മാറാനാഥ. അപ്പൊ ഇതിൽ ഒന്നാമത്തേതിലേക്ക് വരാം. നമ്മളെ കരുതിരിക്കുന്ന ലേഖനം 16:13 നമ്മൾ അതുപോലെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 22-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് വരുന്നു മാറാനാഥ എന്ന വിശുദ്ധനായ പൗലോസ് ഉപയോഗിക്കുകയാണ്. എന്താണ് ഇവിടെ ഇതിന്റെ ഒരു വലിയ പ്രഖ്യാപനമാണ്? ഞാൻ പറഞ്ഞത് 1 മുതൽ 4 വരെ നൂറ്റാണ്ടുകൾ, 5-ാമത്തെ നൂറ്റാണ്ടിലെ പ്രാരംഭഘട്ടം വരെ പീഡനങ്ങൾക്ക് വിധേയമായ ഒരു സഭയാണ് കാണുന്നത്. പീഡനങ്ങൾ, ധാരാളം പേര് ലോകത്തുനിന്ന് രക്തസാക്ഷിയായി മാറി. ഡീക്കന്മാരെ സഭയിൽ എടുക്കാനായിട്ടുള്ള കാരണം എന്താണ്? ധാരാളം പേര് പുരുഷന്മാരെല്ലാവരും, യുവാക്കന്മാരെ എല്ലാവരെയും കൊന്നുകളഞ്ഞതായ ഒരു സമൂഹത്തില് സ്ത്രീകളും പെൺകുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെ ശുശ്രൂഷിക്കുവാനായിട്ടാണ് ആദിമ സഭയില് ഡീക്കന്മാരെ തിരഞ്ഞെടുത്തത്. സ്റ്റെഫാനോസ്, നമ്മുടെ ഈ സഭയുടെ വിശുദ്ധനായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ വിശുദ്ധന്റെ പ്രതീകത്തിലാണല്ലോ നമ്മുടെ സഭ അറിയപ്പെടുന്നത്. ആ വിശുദ്ധനും ഈ ഡീക്കന്മാരിൽ ഒരാളാണ്. പിന്നീട് അദ്ദേഹം ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്നു. അപ്പോൾ അങ്ങനെ പീഡനത്തിലൂടെ കടന്നുപോയ ഒരു സഭ, ആ സഭയ്ക്ക് പ്രതീക്ഷ നൽകുവാനായിട്ട് ആണ് പിന്നീട് അപ്പോസ്തലന്മാര് ഈ മാറാനാഥ എന്ന് പറയുന്ന ഈ പദം ഉപയോഗിച്ചിരുന്നത്. കർത്താവായ യേശുവേ വരയണമേ എന്നുള്ള ഈ പദം പ്രതീക്ഷ നൽകുവാനായിട്ട്, പ്രത്യാശ നൽകുവാനായിട്ടാണ് നമ്മുടെ കർത്താവ് വരുന്നത്. അതുകൊണ്ട് ഒന്നാമതായി ഇതൊരു വലിയ പ്രത്യാശയുടെ പ്രഖ്യാപനമാണ്. എന്താണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്? എവിടെയെല്ലാം പ്രയാസങ്ങളും പീഡനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമോ അവിടെ കർത്താവ് വരുന്നു. വളരെ ഇന്നും ലോക സംഭവവാസങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ധനികനായി ഇതുവരെ ജീവിച്ചിരുന്ന ഇന്ന് വരെയുള്ള മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ധനികനായ മനുഷ്യനായിട്ട് കഴിഞ്ഞ ദിവസം വർത്തമാന പത്രങ്ങളൊക്കെ എലോൺ മസ്കിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ എലോൺ മസ്ക് നമ്മളുമായിട്ട് എന്താണ് ബന്ധം? ഈ എലോൺ മസ്കിന്റെ ബിസിനസ്, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പ്രിൻസ്റ്റൺ സെമിനാരിയിൽ പഠിക്കാനായിട്ട് വന്ന ഒരു മനുഷ്യനാണ്. പിന്നീട് അമേരിക്കയിൽ ജോലിയൊക്കെ ലഭിച്ച് സമ്പാദ്യങ്ങളൊക്കെ സ്വരൂപിച്ച് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം അദ്ദേഹത്തിന്റെ അടുത്ത ന്യൂറോ ലിങ്ക് എന്നൊക്കെ പറയുന്ന പുതിയ ഗവേഷണങ്ങൾ നടന്നു വരികയാണ്. അപ്പൊ ഈ എലോൺ മസ്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിട്ട് കൂടെ നിന്ന ഒരു ബിസിനസ്മാനാണ് എലോൺ മസ്ക്. അതുകൊണ്ട് ട്രംപ് എന്ത് ചെയ്തു? എലോൺ മസ്കിനെ തന്റെ മന്ത്രിസഭയുടെ ഭാഗമാക്കി മാറ്റി. പിന്നെ സംഭവിക്കാൻ പോകുന്നത്, അടുത്ത പ്രാവശ്യം ട്രംപിന് പകരം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വരാനായിട്ട് പോകുന്നത് എലോൺ മസ്ക് എന്ന് പറയുന്ന ഈ ബിസിനസ് ചക്രവർത്തിയായിരിക്കും. അദ്ദേഹം വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്താണ്? ഇത് തന്നെ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞത് അധികം താമസിക്കാതെ സ്റ്റാർലിങ്ക് എന്നൊക്കെ പറയുന്ന അനേക ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് നമ്മുടെ ആകാശത്തിൽ നമ്മളെ രാത്രിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചിരിക്കും. എന്തിനാണ്? നമുക്ക് ഇന്റർനെറ്റും ഒക്കെ വളരെ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഈ പദ്ധതിയിലൂടെ അദ്ദേഹം വിഭാവനം ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു ചിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ആവേഗങ്ങൾ എന്തെല്ലാമാണ്, അത് വളരെ വ്യക്തമായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഒന്ന് ഓർത്താൽ മതി. എനിക്ക് ഇവിടെ രാവിലെ ഇന്ന് കൈക്കാരൻ്റെ ഫോൺ വിളിക്കുന്നത് ഞാൻ ചിന്തിച്ചാൽ മാത്രമേ അപ്പം തന്നെ ഫോൺ കോൾ അങ്ങോട്ട് പോവുകയാണ്. ആ ഒരു സാങ്കേതിക വിദ്യയാണ് ന്യൂറോ ലിങ്ക് എന്ന് പറയുന്നത്. ഈ സാങ്കേതിക വിദ്യ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നതായ ഏക ലോക സമ്പ്രദായം, ആന്റി ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്ന സമ്പ്രദായത്തിലേക്ക് നമ്മളെ ഈ 666 എന്നുള്ള ഏക നമ്മളെ ഈ ന്യൂറോളജിന്റെ അതിന്റെ സിമ്പൽ 666. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഒരു ഏക ലോക, അതായത് മതിൽക്കെട്ടുകളൊന്നുമില്ലാത്തതായ ഒരു ലോകത്തിന് ഒരു ഭരണാധിപതി, ഒരു ഡിക്റ്റേറ്ററായിട്ട് ഏകാധിപതിയായ ഒരാൾ, അതാണല്ലോ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് ലോകം വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇന്നും ആരംഭിച്ച യുദ്ധങ്ങളൊന്നും പരിസമാപിച്ചിട്ടില്ല. റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം നടന്നു വരുന്നു. ഇസ്രയേലും ഗാസയിലെ നമുക്കറിയ പലസ്തീനുമായിട്ടുള്ള യുദ്ധം, ഇറാനുമായിട്ടുള്ള യുദ്ധം, അതുപോലെ തന്നെ സംഘർഷം ഉണ്ടാകുന്നതാണ് നമ്മുടെ ചൈനയും തായ്വാനുമായിട്ടുള്ള സംഘർഷം. ഇങ്ങനെ ഇതിന്റെ എല്ലാം മധ്യത്തിലാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ
നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിശ്വാസ പ്രാർത്ഥനാ വാചകമാണ് മാറാനാഥ, കർത്താവായ യേശുവേ വരൂ. ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്താ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിതമായെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിപത്തുകൾ, ഏതായാലും ഇതെല്ലാം നമ്മൾ ഇതിലൂടെയെല്ലാം കടന്നു പോകണം, യാതൊരു സംശയമില്ല. ആദ്യത്തെ ടെക്നോളജികളൊക്കെ മരണം പോലും മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ടെക്നോളജിയുടെ ഗവേഷണങ്ങൾ നടന്നു വരും. ഈ കഴിഞ്ഞ ദിവസം രസകരമായ ഒരു ന്യൂസ് വായിച്ചു. മുട്ടയിൽ നിന്നല്ലാതെ ഇതാ ചൈനയിൽ കോഴി ജന്മം എടുത്തിരിക്കും. മുട്ടയുടെ ആവശ്യമില്ല. മുട്ടയില്ലാതെ ശരീരത്തിൽ നിന്ന് ചില കോശങ്ങളിൽ നിന്ന് കോഴിയെ ഉണ്ടാക്കിയാണ് ക്ലോണിംഗ് എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ തന്നെ മനുഷ്യ ജീവനം ഭാവിയിൽ ഉൾപ്പെടാനുണ്ട്. ഇപ്പൊ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വളരെയധികം ഗവേഷണങ്ങൾ നടന്നു വരികയാണ്. ഞങ്ങൾ ഈ ഭവന സന്ദർശിച്ച് പോയപ്പോൾ അവിടെ കാരിറ്റാസ് റോബോട്ടിക് സെന്റർ എന്ന് പറയുന്ന ഒരു പരസ്യം ഉണ്ടായി. ഓർത്തോപീഡിക്കിലാണ് ഒരു റോബോട്ടിന്റെ പരസ്യമാണ് വെച്ചിരിക്കുന്നത്. ആ റോബോട്ടിന്റെ കഴുത്തിൽ സ്റ്റെതസ്കോപ്പും കയ്യിലൊരു ചെറിയ കത്തിയൊക്കെയുണ്ട്. ഇതിനർത്ഥം എന്താണ്? കാരിറ്റാസ് റോബോട്ടിക് സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർത്തോപീഡിക് സർജറി ചെയ്യുന്നത് അവിടെ ഡോക്ടർമാർ യന്ത്രമനുഷ്യനായ റോബോട്ടാണ്. അതാണ് കാരിറ്റാസ് ഓർത്തോപീഡിക് റോബോട്ടിക് സെന്റർ എന്ന് പറയുന്നത് പരസ്യം കോട്ടയത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇനി ഭാവിയിൽ ഡോക്ടർമാരെ ഒന്നും ആവശ്യം വരുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം യന്ത്രമനുഷ്യരായിരിക്കും നമ്മളെ സഹായം ചെയ്യുന്നത്. അവരായിരിക്കും അധികം താമസിക്കാതെ സർജറി നടത്തുന്നത്. നമ്മുടെ കോടതിയിലൊക്കെ ഇനിയിപ്പോ വക്കീലന്മാരെ ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വക്കീലന്മാർ നമ്മളെ ഈ മനുഷ്യ വക്കീലിനെക്കാട്ടും സൂപ്പറായിട്ട് അദ്ദേഹം ബാധിക്കും. അങ്ങനെയുള്ള മാറ്റങ്ങൾ ലാഭമാനം വരുമ്പോൾ ഇവിടെ ആദിമസഭയുടെ ആ വലിയ പ്രത്യാശയുടെ പ്രഖ്യാപനം പോലെ കർത്താവെ വേഗം വരും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രാർത്ഥനയുള്ളൂ. കർത്താവായ ഇതിലൂടെയൊക്കെ കടന്നുപോയി നരയിക്കുന്നതിനും അതിനെക്കാട്ടും എത്രയോ അനുഗ്രഹകരമാണ്. കർത്താവെ അങ്ങ് വേഗത്തിൽ വരണമേ. ഇതാണ് ഒന്നാമതായി ആദിമസഭയ്ക്ക് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നത്, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പ്രിപ്പറേഷനാണ്. കർത്താവെ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം വരുത്താൻ സാധിക്കത്തില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്കറിയാം, ക്രിസ്മസിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ധാരാളം അതിഥികൾ വരും. അപ്പൊ നമ്മളങ്ങനെ വീടൊക്കെ ഒന്ന് വെടിപ്പാക്കിയാണ് ക്ലീൻ ചെയ്ത് നമ്മളൊന്നും ജീവിക്കുന്ന സിറ്റുവേഷനിലല്ല നമ്മൾ അതിഥികളെ സ്വാഗതം ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ചില ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടാവും. എല്ലാം ഒന്ന് വെടിപ്പോടുകൂടെ വളരെ ക്ലീനായി വൃത്തിയോടുകൂടെ ഒക്കെ സൂക്ഷിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ സാധാരണ ജീവിക്കുന്ന ദിനചര്യയല്ല നമ്മൾ സാധാരണയായി നമ്മള് തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായിരുന്നു നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. കർത്താവ് വന്നു കഴിഞ്ഞാൽ വാനമേഖല എടുക്കപ്പെടുവാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ പ്രിയമുള്ളവരെ, ഇത് ഒരു പ്രിപ്പറേഷന് വേണ്ടിയുള്ള ആദിമസഭയുടെ ഒരു ഒരുക്കമായിരുന്നു. ഇതാ കർത്താവ് വരാനായിട്ട് പോവുകയാണ്, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. എപ്പോഴും ഇവർ മാറാനാണെന്ന് പറയുന്നത് എന്താ? We are ready to go. We are ready to welcome the second coming of Jesus. യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. നമുക്കങ്ങനെ പറയാനായിട്ട് സാധിക്കുമോ? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പാട്ടുകൾ മനോഹരമായ പാട്ടുകളാണ് നമ്മൾ ആലപിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ പാട്ടുകളൊക്കെ വെറും ഒരു അതര വ്യായാമമായി മാത്രം മാറുകയാണ്. അപ്പോൾ അവിടെയാണ് ഈ മാതാനാഥയുടെ പ്രസക്തി. ശരിയാണ്, ആദ്യത്തെ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ ആഘോഷിക്കുമ്പോൾ രണ്ടാമതൊരു വരവിനെ കുറിച്ച് നമുക്ക് പ്രത്യാശയുണ്ടോ? സഭ അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് അന്ത്യന്യായവിധിയെ കുറിച്ചും ഒക്കെയുള്ള പ്രഭാഷണങ്ങൾ വളരെ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് സാധിക്കുന്നത്? പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ ഈ കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ സ്ഥിരതയും വിശ്വാസത്തിൽ പൂർണ്ണതയും പ്രാപിക്കണം. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ ഈ മാറാനാഥ എന്ന് പറഞ്ഞിട്ട് ചുമ്മാതെ പറയുകയല്ല, പ്രിപ്പറേഷനായിട്ട് പറയുകയാണ്. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി അതുപോലെ വിശ്വാസത്തിൽ പൂർണ്ണതയും പ്രാപിച്ചുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്വവും ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി നിർവഹിക്കുന്നതിനോട് മാത്രമേ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കർത്താവെ മാറാനാഥ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് യോഗ്യതയുള്ളൂ. ഇല്ലെങ്കിൽ മാറാനാഥ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് വചനം പ്രമാണിക്കുന്നതിനായിട്ട് എഴുന്നേൽക്കണമെന്ന് വളരെ വ്യക്തമായി ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ആവർത്തന പുസ്തകം പറയും, പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം? വചനം അംഗീകരിക്കുകയും പ്രായോഗിക തലത്തിൽ വിശ്വാസത്തോടെ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ദൈവം മനുഷ്യൻ നൽകിയ ഉപദേശം. ആവർത്തന പുസ്തകം 18:15-22 വരെയുള്ള ബലഭാഗം.
അതാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ, നമ്മൾ ഒരുക്കുവാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ കർത്താവെ വരണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് അർത്ഥമുള്ളൂ. രണ്ട് കാര്യങ്ങൾ പങ്കുവച്ചു. ഒരു പ്രത്യാശയുടെ ഒരു ഡിക്ലറേഷൻ, പ്രഖ്യാപനം. കാരണം ഇങ്ങനെ ലോകം ഒരു ഏകാധിപത്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഒത്തിരി മാറ്റങ്ങളിലൂടെ നമ്മൾ പോയാൽ വളരെയധികം റെവല്യൂഷണറി ആയ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക്, നമ്മൾ അറിയാവുന്ന തന്നെ മാറ്റങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ പല കാലങ്ങളും പണ്ട് രഹസ്യമായി നമ്മുടെ മനസ്സിലെ ചിന്തകൾ മനസ്സ് വായിക്കാൻ ആർക്കും സാധിക്കത്തില്ലെന്ന് പണ്ട് പറയാമായിരുന്നെങ്കിൽ എന്നുള്ള നമ്മുടെ മനസ്സ് വായിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലേക്ക് ടെക്നോളജിയൊക്കെ വളർന്നു വരുമ്പോൾ അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോൾ പ്രത്യാശയുടെ കർത്താവേ യേശുവേ വേഗം വരണമേ, രണ്ടാമത്തെ വരവിലേക്ക് പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ, അതിനായിട്ട് ഒരുക്കുവാൻ. മൂന്നാമതായിട്ട് നമുക്കൊന്ന് റെസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളെ ഒന്ന് പുതുക്കേണ്ട ആവശ്യമുണ്ട്. വെറുതെ ഇങ്ങനെ കർത്താവെ വരണമെന്ന് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടായിട്ട് പദ്ധതിയില്ല. യോഹന്നാൻ സുവിശേഷം 10 എന്ന് വായിച്ചതായ 1-ാം അധ്യായം 1 മുതൽ 14 വരെ വളരെ വ്യക്തമായിട്ട് ലോഗോസ് കീർത്തനത്തെ കുറിച്ചാണ്. ലോഗോസ് കീർത്തനം, ലോഗോസ് എന്ന് പറയുന്ന ഗ്രീക്കിലെ ദൈവമായിരുന്ന, ദൈവ പ്രമാണങ്ങളുടെ അടിസ്ഥാനമായിരുന്ന ഓം എന്ന് നമ്മൾ ഹിന്ദുയിസത്തിലൊക്കെ വിളിക്കുന്നതായ ആ ഒരു ലോഗോസിനെ കുറിച്ചാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത്. എന്താണ് ഇവിടെ പറയുകയാണ്? മാനുഷിക അധികാരത്തെ കുറിച്ചല്ല യോഹന്നാൻ പറയുന്നത്, ദൈവം തരുന്ന ഒരു വലിയ അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. ആ അധികാരത്തിന് എന്താണ് ഒരു പ്രത്യേകതയുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനായിട്ട് ദൈവം തന്നെ മക്കൾക്ക് അധികാരം നൽകും. ലൂക്കോസിന്റെ വിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. അപ്പൊ ദൈവം തന്റെ മക്കൾക്ക് നൽകിയ അധികാരം കൊണ്ട് പോരാടുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. എഫേസ്യ ലേഖനം 6:12. അപ്പോൾ നമ്മളെങ്ങനെയാണ് റെസ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ പോരാടി തന്നെ റെസ്റ്റോർ ചെയ്യണം. കാരണം നമുക്ക് ധാരാളം പോരാട്ടമുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, വിശ്വാസത്തിലൂടെ നമ്മളെ റെസ്റ്റോർ ചെയ്യണം. നമ്മളെ പുതുക്കുവാനായിട്ട്, പുനർനിർമ്മിക്കുവാനായിട്ടുള്ള വിശ്വാസ ജീവിതം പുനർനിർമ്മിക്കുക. അതാണ് ഈ കർത്താവ് വിശുദ്ധമായ മത്തായി 25:1-11 വരെ 10 കന്യകമാരെ ഉപമയിൽ ഇത് തന്നെയാണ്, ഈ ഒരു റെസ്റ്റോറേഷനെ കുറിച്ചാണ് പറയുന്നത്. 5 പേര് ഒരുക്കമുള്ളവരായിരുന്നു, 5 പേര് ഒരുക്കമില്ലാത്തവരായിരുന്നു. ഒരുക്കമില്ലാത്തവർക്കുണ്ടായ അവർക്കുണ്ടായ നാശത്തെ കുറിച്ചൊക്കെ നമ്മൾ അവർ ചിന്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ തന്നെ ഒരുക്കുവാനായിട്ട്, റെസ്റ്റോർ ചെയ്യാനായിട്ട്, അധികാരത്തോട്, ദൈവജനത്തിലുള്ള അധികാരത്തിൽ അധിഷ്ഠിതമായിട്ട് സാമൂഹിക ജീവിതത്തിൽ പ്രാർത്ഥനയിലും ആരാധനയിലും ശക്തിപ്പെട്ടുകൊണ്ട് നമ്മളെ റെസ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ ചിന്തകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 3 ചിന്തകളാണ് പങ്കുവച്ചത്. കർത്താവായ യേശുവേ വരണമേ. എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ചിന്തിക്കുന്നത്? അതാണ് ഈ 2 ദിവസം കഴിയുമ്പോൾ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന്റെ അനുസ്മരണമാണെങ്കിൽ രണ്ടാമത്തെ വരവിനായിട്ട് കാത്തിരുന്നെങ്കിൽ മാത്രമേ അതിന്റെ ഫുൾഫിൽമെന്റ് ആവുകയുള്ളൂ. ക്രിസ്മസ് ആചരിച്ചുകൊണ്ട് മാത്രം നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയാകുന്നില്ല. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുമ്പോൾ മാത്രമേ നമുക്കത് അർത്ഥവത്തായി തിരികെയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് മാറാൻ നാള എന്നുള്ള ചിന്താവിഷയം നമുക്ക് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഇത് തന്നെയാണ്. മാറാൻ നാള കർത്താവായ യേശുവേ വരണമേ. അല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞാൽ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരുന്നു. മാറാൻ ആദാം നമ്മുടെ കർത്താവ് വരുന്നു. ഈ പ്രയാസങ്ങളുടെയും പരിസ്ഥിതിയുടെ യുദ്ധങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് വരുന്നു. അതിനായിട്ട് എന്ത് ചെയ്യണം? നമ്മളെന്നും നമ്മുടെ മനസ്സിൽ വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ പറയണം, മാറാം പ്രത്യാശയുടെ പ്രഖ്യാപനമാണ്. പ്രതിസന്ധികൾ മാറും, കഷ്ടങ്ങൾ സാരമില്ല. നമ്മൾ പാടുന്നവരെ പ്രതിസന്ധികൾ മാറിപ്പോകും. നമ്മളെ തന്നെ ഒരുക്കുവാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ് മാറാം. വെറുതെ ഇങ്ങനെ ഇരിക്കുവാനായിട്ടല്ല, നമ്മളെ ഒരുക്കുവാൻ, പ്രിപ്പയർ ചെയ്യുവാൻ, നമ്മളെ തന്നെ ഒന്ന് വിശദീകരിക്കുവാൻ, നവീകരിക്കുവാൻ, ശക്തീകരിക്കുവാൻ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. മൂന്നാമതായി ഒരു വലിയ റെസ്റ്റോറേഷൻ ആവശ്യമാണ്. തകർന്ന് പൊളിഞ്ഞു കിടക്കുന്നതിനൊക്കെ പുതുക്കി പണിയുവാനായിട്ട് വായിച്ചു കിടക്കുന്നതെല്ലാം ആ വലിയ ആഹ്വാനം നൽകുന്നു. നമുക്ക് അധികാരത്തോടുകൂടെ നമ്മളെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. പുതുക്കി പണിയുവാനായിട്ടുള്ള അനുരഞ്ജനത്തിന്റെയും ഒക്കെ വലിയ ഉത്തരവാദിത്വം, റീകൺസിലേഷൻ, അതിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ഉണ്ടായിരിക്കുന്ന. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അനുരഞ്ജനത്തിന്റെ വക്താക്കളായി മാറാനായിട്ട് ദൈവം നമുക്ക് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് കർത്താവായ യേശുവേ വരണമേ എന്നുള്ള പ്രാർത്ഥന അർത്ഥവത്തായി തീരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, നവീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചുകൊണ്ട് കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാടുക. ഒന്നാമത്തെ വരവ് സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെ എന്താ പറയുന്നത്, അതിൽ തന്നെ അവസാനിക്കുവാനായിട്ടുള്ളതല്ല, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് തീർച്ചയായിട്ടും ഉണ്ട്. വിശ്വാസത്തോടുകൂടെ നമ്മെ ഒരുക്കുവാനായിട്ട്
ഈ ഒരു കാലഘട്ടത്തിൽ നമ്മെ തന്നെ ദൈവം സമർപ്പിക്കാം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ.